بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് അവന് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത് നമ്മുടെ വിജയത്തിനും നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നിയമം നമ്മൾ അനുസരിക്കുന്നുവോ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. ഏതൊരു നിയമം നാം ലംഘിക്കുന്നുവോ അതിൻ്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിൻ്റെ ഖദർ ഖളാകളിൽ വിശ്വസിച്ച് അവൻ നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് വിജയവും രക്ഷയുമുണ്ടാകുമെന്ന് നമ്മൾ അറിയണം. അല്ലാഹു തആല നമ്മെ കൈവെടിയുകയില്ല എന്ന് നാം വിശ്വസിക്കണം. ആളുകൾ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ്, ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ടാവുകയുമാണ്. ഒരു സമൂഹമെന്ന നിലക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ. ഇസ്ലാമിക ചരിത്രമെടുത്ത് നോക്കിയാൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും മർദ്ദനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സഹാബത്തിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇനി യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടൊന്നുമില്ല. ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇനി മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം സുഖമായിരിക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അപ്പോൾ ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളും അനുഭവിക്കാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നുവോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാ വസുൽസിലു, അവർക്ക് മസ്സത്തുഹുമുൽ ബഅ്സാ, പ്രയാസങ്ങൾ അവരെ ബാധിച്ചു, കഷ്ടപ്പാടുകൾ, വദ്ദറാ, ദുരിതങ്ങളും. അവ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അവരെ ബാധിച്ചു. വസുൽസിലു, അവർ പേടിച്ചു വിറച്ചു പോകുന്ന അനുഭവം ഉണ്ടായി. സിൽസാൽ എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിനൊക്കെ പറയാം. പേടിച്ച് വിറച്ചുപോയ അനുഭവങ്ങളുണ്ടായി. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളും പറഞ്ഞു പോകുമാറ്. അത്ര പേടിച്ചുപോയി നാം. എന്താ പറഞ്ഞത്? മതാ നസ്റുല്ലാഹ്,
അള്ളാഹിൻ്റെ സഹായം എവിടെ എന്ന് പറഞ്ഞു പോകുമാറ്, ചോദിച്ചു പോകുമാറ്, പേടിച്ചു വിറച്ചു പോയ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലൊക്കെ നിങ്ങൾക്കും ഉണ്ടാകാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നുവോ? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട് എന്ന ആ വചനമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട് എന്നത്. അള്ളാഹു ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഇൻ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ മേൽ മറ്റൊരാൾക്കും അധികാരം ചെലുത്താൻ കഴിയില്ല, നിങ്ങളെ മേൽ മറ്റൊരാളും വിജയിക്കുകയില്ല. വൈ യഹ്ദുൽക്കും, എന്നാൽ അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, പിന്നെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുക എന്ന്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുക. നിങ്ങളെ അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നിങ്ങളെ എങ്ങാൻ അള്ളാഹു കൈവിട്ടാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ അഖീദയും നമ്മുടെ ഉറച്ച വിശ്വാസവുമായിട്ട് ഉണ്ടാകേണ്ടത്. എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഒരു വിശ്വാസം ചരിത്രത്തിലൊരു വലിയ സംഭവമാണല്ലോ ഹിജ്റ. ഹിജ്റയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് ഒരു സംഭവത്തിലേക്കുള്ള സൂചന പറയുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇത് അഖ്റജഹുല്ലദീന കഫറു സാനി അസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുന്നതാണ്. അങ്ങനെ ആ ഗാർ സൗറിൽ ഒളിച്ചിരിക്കുന്നതാണ്. ആ സന്ദർഭത്തിലാണ് ശത്രുക്കൾ ആ ഗുഹാമുഖത്തിൻ്റെ മുമ്പിലൂടെ നടന്നുപോയത്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അവരെങ്ങാൻ അവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മെ കാണില്ലേ എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, തൻ്റെ കൂട്ടുകാരനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? ലാ തഹ്സൻ, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ആ ഒരു വിശ്വാസം ശക്തി നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്. അങ്ങനെയാണ് അല്ലാഹു തആല അവർക്ക് സമാശ്വാസവും സമാധാനവും നൽകിയത് എന്ന് തുടർന്ന് ഖുർആൻ വിവരിക്കുകയും ചെയ്തു. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു തആല അതിനുശേഷം അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞു. എന്നിട്ട് ആകാശങ്ങളിലേക്ക് കയറിപ്പോകുന്നതും ആകാശത്ത് നിന്ന് താഴോട്ട് വരുന്നതും എല്ലാം അല്ലാഹു അറിയും എന്ന് പറഞ്ഞ ശേഷം പറയുന്നു, വഹുവ മഅക്കും ഐനമാ കുൻതും, വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്, ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും, വമാ വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നതാണ്. ഖുർആനിൽ അല്ലാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു തആല അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഖീദയുടെ കാര്യത്തിൽ ഖുർആനിൽ വന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നല്ലാതെ അതിന് ന്യായം കാണാനോ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരം ആയത്തുകൾ അല്ലാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെടുത്തി അല്ലാഹു അർശിലാകുന്നു, അല്ലാഹു അർശിലാകുന്നു, അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അല്ലാഹു തആലയെക്കുറിച്ച് ഖുർആൻ മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതങ്ങനെ തന്നെ വിശ്വസിക്കുക. പിന്നെയോ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നത്
സലഫു സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത് അള്ളാഹു അവൻ്റെ അറിവുമായി നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യവും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അറിവിൽപ്പെടാതെ ചെയ്യാൻ കഴിയില്ല. മനുഷ്യരുടെ ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ്. അവൻ മനുഷ്യന്റെ കണ്ടനാടിയോളം അടുത്താണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു അറിയാതെ ഇവിടെ ഒരു സംഗതി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നമ്മോടൊപ്പമുണ്ട് എന്നത് നമ്മുടെ ഒരു അനുഭവമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ നിലയിൽ കാണാനും ആ നിലക്ക് തരണം ചെയ്യാനും സാധിക്കും. പലപ്പോഴും ആളുകൾ പകച്ചു പോകുന്നത്, ആളുകൾ പരിഭ്രാന്തിയിലേക്ക് നീങ്ങുന്നത് വാർത്തകൾ കണ്ടിട്ടാണ്. പരിഭ്രാന്തിയിലേക്ക് നീങ്ങാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രശ്നങ്ങളുണ്ടാകും എന്നത് ഖുർആൻ നമ്മോട് പറഞ്ഞതാണ്. പ്രശ്നങ്ങളുണ്ടാകും, പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം എന്നത് നമുക്കുള്ള നിർദ്ദേശങ്ങളുമാണ്. നമ്മൾ ഒറ്റക്ക് പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, മറ്റുള്ളവരെയും കൂട്ടിപ്പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട രംഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇതാണ് ഇസ്ലാമികമായി പ്രതിസന്ധികളിൽ നമുക്ക് ചെയ്യുവാനുള്ള കാര്യം. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും പിന്നീടുള്ള കാര്യവും അവസാനവും നമ്മൾ മനസ്സിലാക്കിയാൽ, ജനിച്ചു, വളരുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഇതാണല്ലോ ജീവിതം. ഇതിൽ ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല. അല്ലാഹു തആല തന്നത് കിട്ടും, അല്ലാഹു തആല നമുക്ക് തടഞ്ഞത് കിട്ടുകയുമില്ല. നമ്മുടെ ആയുസ്സും അല്ലാഹു കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച സമയത്ത് നമ്മളിവിടെ ജനിച്ചു. മിക്കവാറും കാര്യങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തവും ഇല്ലാതെ നമ്മളങ്ങനെ വളരുന്നു. അവസാനം അല്ലാഹു നിശ്ചയിച്ച ഒരു സമയത്ത് നമ്മൾ മരിക്കുകയും ചെയ്യുന്നു. ഇതിൽ സംതൃപ്തി പൂണ്ടാൽ, ഇതിൽ സമാധാനം പൂണ്ടാൽ, ഇതിൽ ഈമാൻ കൊണ്ടാൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും മതിയായവൻ അവൻ തന്നെയാകുന്നു എന്ന് ഖുർആനിൽ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ്, ഒരു കൂട്ടം ആളുകൾ, വിശ്വാസികളാണത്, അവരോട് ആളുകൾ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ ആളുകളെ ശേഖരിച്ചിട്ടുണ്ട്, സൈന്യങ്ങളെ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കെതിരെ യുദ്ധം വരുന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ കൂടുകയാണ് ചെയ്തതെന്ന്. പേടിച്ചു വിറക്കല്ല. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്കെതിരെ ആളുകളെ ശേഖരിച്ച് നിങ്ങൾക്കെതിരെ യുദ്ധവും കലാപവും വരുന്നു എന്ന് പറയുമ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നു. എന്നിട്ടോ വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈമാൻ കൂടുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഭീഷണികളും അതുപോലെയുള്ള വെല്ലുവിളികളും പീഡനങ്ങളും ഒക്കെ സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെടുക. ആ നിലയിൽ നാം കാര്യങ്ങളെ കണ്ടാൽ ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയവൻ അവൻ തന്നെയാണ് എന്നതൊക്കെ നമുക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്ന വിഷയങ്ങളായിരിക്കും. ആ നിലയിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന് സമാധാനിക്കുകയും അള്ളാഹു നമുക്ക് വിജയം നൽകും എന്ന് നമ്മൾ ഈമാൻ കൊള്ളുകയും ചെയ്ത് സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, അള്ളാഹു നമ്മെ കൈവിടുകയില്ല എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനുള്ള വിശ്വാസം
ശക്തിപ്പെടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ തവക്കുൽ വർദ്ധിക്കും. അള്ളാഹുവിലുള്ള വിശ്വാസം കുറയുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ തവക്കുൽ കുറയും. അത് അവനെ അങ്കലാപ്പിൽ ആക്കുകയും ചെയ്യും. ഈമാൻ എത്ര ശക്തിപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് മനുഷ്യൻ്റെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുക. ഈമാൻ തെറ്റിപ്പോയാൽ, വേണ്ട വിധത്തിലായില്ലെങ്കിൽ മനുഷ്യന് ഒരു സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ ശൈത്താനീയത്തിലേക്ക് നീങ്ങും. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ ദാലികുമു ഷൈത്താൻ. ഷൈത്താനാണ് മനുഷ്യനെ പേടിപ്പിക്കുന്നതെന്നാണ്. എന്താ? യുഹവ്വിഫു ഔലിയാഅഹു, അവൻ്റെ ഔലിയാക്കളെ പറ്റി പറഞ്ഞ്, എന്നാൽ അവൻ്റെ മിത്രങ്ങളെ പറ്റി പറഞ്ഞ്. ഷൈത്താന് കുറേ മിത്രങ്ങളുണ്ട് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന. അവൻ്റെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അള്ളാഹു ആണിത് പറഞ്ഞത്. ആളുകളെ പേടിപ്പെടുത്തുകയാണ് ഓരോ ശൈത്താനിയത്ത് പറഞ്ഞിട്ട്. ഷൈത്താൻ തന്നെയാണത് ചെയ്യുന്നത്. ഷൈത്താൻ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മനുഷ്യരിലുള്ള ഷൈത്താന്മാർ മുഖേന തന്നെയാണ്. ഉറപ്പാണല്ലോ അത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ വായിച്ച വാർത്ത. മലപ്പുറം ജില്ലയിൽ കൊളത്തൂരിൽ ഒരു മുസ്ലിം മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് ചീഞ്ഞളിഞ്ഞിട്ട് അവിടെ പുതപ്പിച്ചു വെച്ചിരിക്കുക. എന്തിനാ പുതപ്പിച്ചു വെച്ചത്? പുതപ്പിച്ചു വെച്ചത് ആ മയ്യത്തിനി ജീവിക്കും എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നു. മന്ത്രവാദികൾ വിശ്വസിപ്പിച്ചിരിക്കുന്നു. ആ മന്ത്രവാദികളാണ് ഷെയ്ത്താൻ്റെ ഔലിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആ മരിച്ച ആളുടെ ഭാര്യ 2 വർഷം മുമ്പ് അജ്മീർ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിരുന്നു. അവിടെ പോന്ന ശേഷം അവരിൽ ദിവ്യബോധനം വരുന്നു എന്ന് അവർക്ക് തോന്നുകയാണ്. വലിയായിരിക്കുന്നു, അവർ ആത്മീയ ജ്ഞാനം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആളുകളുണ്ട്. എവിടെയെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി വന്നാൽ പിന്നെ അവർക്ക് സ്വയം തോന്നുകയാണ്. ഇതൊരു തരം മാനസിക രോഗമാണ്. ഇത് ഹിസ്റ്റീരിയയുടെ ഒരു ഭാഗമാണ്. വേറെയും ചില മാനസിക രോഗങ്ങളുടെ ഭാഗമാണ്. ഒരാൾക്ക് തോന്നുക എന്നെ പടച്ചോൻ വിളിക്കുന്നു എന്ന്, എനിക്ക് ദൈവികമായ സന്ദേശം വരുന്നു എന്ന്, ഞാൻ വലിയായിരിക്കുന്നു എന്ന്. അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും മാനസിക രോഗികളായ ഇത്തരം ആളുകൾ അവർ കുറച്ചൊക്കെ ഖുർആൻ ഓതുകയും പ്രാർത്ഥന ചൊല്ലുകയും ദിക്റും ദുആയൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ആരും അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോകണമില്ല. വലിയത്ര അപകടമല്ല. ഒരു നല്ല മനുഷ്യന്, അല്ലൊരു ഇബാദത്തൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന് ഒരു ചെറിയ ഖലല്, മാനസികമായൊരു വിഭ്രാന്തി വന്നാൽ പിന്നെ ആ നിലക്ക് ചികിത്സ കൊണ്ടുപോകാതെ അയാളെ ദിവ്യനാക്കുകയാണ്. ഇതിനെന്താ പരിഹാരം? ഇതിന് പരിഹാരം ഈമാൻ വർദ്ധിപ്പിക്കുക. ഈമാൻ വർദ്ധിപ്പിച്ചാൽ ഇങ്ങനത്തെ ഒരു ശൈത്താന്റെ വലിയും വരില്ലല്ലോ. എന്താ ഈമാൻ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആലയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന പരീക്ഷണമാണത്. എന്നാൽ ദുനിയാവിൽ ഈ ജീവിതവും മരണമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്നർത്ഥം. ഇപ്പം മരണത്തെ മാറ്റിവെക്കാൻ കഴിയോ? മരണത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും അജൽ എത്തിക്കഴിഞ്ഞാൽ ഖുർആൻ വ്യക്തമായി പറഞ്ഞാണ്, ലാ യസ്തഖിറുൻ സഅതൻ, ഒരു സാഅത്ത്, ഒരു നിമിഷവും പിന്തിക്കുകയുമില്ല മുന്തിക്കുകയുമില്ല എന്നാ. പിന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? ആരും അറിയാതെ കൊണ്ടു നടന്നല്ലോ, ഇത്രയും കാലം അവരവിടെ വെച്ചല്ലോ. അപ്പം ഇതിന് പരിഹാരം മന്ത്രവാദികൾ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ആത്മീയ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ ഈ കൂട്ടം ആളുകൾ മതവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു മയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ? സഹാബിമാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാ ഹദീസിലും വന്നിട്ടുള്ളത് മരിച്ചാൽ എത്രയും വേഗം മറവ് ചെയ്യണമെന്നാണ്. എത്രയും വേഗം മറവ് ചെയ്യണം എന്നാണ് ഹദീസിലുള്ളത്. അങ്ങനെ ഒരു മരിച്ചുപോയ ആളുടെ റൂഹ് തിരിച്ചു വരും. അത് ആരാ പഠിപ്പിച്ചത്? അള്ളാഹ് പഠിപ്പിച്ചതല്ല, റസൂല് പഠിപ്പിച്ചതുമല്ല. നേരെ ഇങ്ങനെയുള്ള, നേരെ മറിച്ച് ഇങ്ങനെയുള്ള ദിവ്യകേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്നവർ പ്രഖ്യാപിക്കുക. അവർക്ക് ചികിത്സ നൽകാൻ നമ്മൾ തയ്യാറാവണം. അത് മാനസിക രോഗം എന്ന നിലക്ക്. രോഗം വന്നാൽ എന്ത് ചെയ്യണം? ഈ കേന്ദ്രങ്ങളൊക്കെ തടിച്ചു ഒഴുക്കുന്നത് എങ്ങനെയാ?
ഈ കേന്ദ്രങ്ങൾ മുഴുവനും, വ്യക്തികൾ മുഴുവനും, ഈ ദിവ്യന്മാർ മുഴുവനും ഈ സമൂഹത്തെ, ഈ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, ഹിന്ദു സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും മറ്റു സമൂഹത്തിലും ഒക്കെ ഉണ്ടത്. അവർ മുഴുവനും തടിച്ചു കൊഴുക്കുന്നത് ഈ പാവം മനുഷ്യരുടെ പണം വാങ്ങിക്കൊണ്ടാണ്. പണം കൊടുക്കാതെ ഏതെങ്കിലും ഒരു മന്ത്രവാദി മന്ത്രവാദം നടത്തുമോ? ഏതെങ്കിലും ഒരു സിദ്ധൻ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തുമോ? ഇല്ല. ഇവർക്കൊക്കെ പണം കിട്ടണം. അതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ വരെയുണ്ട്. ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ, ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ. അപ്പം നമ്മൾ സമൂഹത്തിന് ബോധവൽക്കരണം നടന്നാൽ ഇവരാരും ഉണ്ടാവില്ല, അവരുടെ ആവശ്യവും ഉണ്ടാവില്ല. അതോടൊപ്പം നിയമനിർമ്മാണം ഉണ്ടാവണം. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ഒരു ഗുരുതരമായ പ്രശ്നം, മതസ്വാതന്ത്ര്യം ഭരണഘടനാപരമായി അനുവദിച്ചൊരു സംഗതിയാണ്. എല്ലാ മതക്കാർക്കും ഇന്ത്യ രാജ്യത്ത് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനകളും ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്താം. അപ്പം എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു മതത്തിൻ്റെ ലാബിലാണുള്ളത്. മതപുരോഹിതന്മാരാണ് നേതൃത്വം നൽകുന്നത് ഇതിനൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നിയമനിർമ്മാണം നടത്താനും പ്രയാസം, നിയമം നടപ്പിലാക്കാനും പ്രയാസം. കാരണം ഇത് മതമാണല്ലോ. പിന്നെ ഇവർ സാമ്പത്തികമായി വലിയ ആളുകളാണ്. അത് വേറൊരു പ്രശ്നം. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആളുകളുടെ ഈമാൻ വർദ്ധിപ്പിക്കുക. ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഖുർആൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ട്, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുന്നത്. അവിടെ നിന്നൂടെ നമുക്കും? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് അസുഖം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുന്നത്. പിന്നെ ഭൗതികമായി നാം ചെയ്യേണ്ട പണികളുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തദാവു, നിങ്ങൾ ചികിത്സിക്കുകയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിക്കാൻ പറഞ്ഞു. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ മരുന്ന് ഏതാണോ അതിന് കൃത്യമായി വന്നാൽ രോഗം മാറുമെന്ന് പറഞ്ഞു. മരണമല്ലാത്ത എല്ലാത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചികിത്സിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ചികിത്സിക്കുക. ഇതല്ലാത്ത വേറെ ഒരു പരിപാടി രോഗം വന്നാൽ ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടില്ല. അതാണ്. ആ നിലക്ക് തന്നെ നമ്മൾ ഉറച്ചു നിന്നാൽ നമുക്കതിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. ഒരു സിദ്ധനും ഒരു മന്ത്രവാദിയും ഒരു ജിന്ന് ചികിത്സകനും ഇത്തരം കേന്ദ്രങ്ങളും ഒരു രോഗം മാറ്റാൻ ആവശ്യമല്ല. ഇപ്പോൾ ഒരു 3 മാസം മുമ്പാണല്ലോ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു ജിന്ന് ബാധിച്ചു എന്ന്, ജിന്ന് ഹാദറായിട്ടുണ്ടെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അബദ്ധത്തിൽ കൊന്നത്. അതും മുസ്ലിം തന്നെയാണ്. അതിനും ഒരു മതത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുമുണ്ട്. വളരെ മോശമല്ലേ ഇത്? മുസ്ലിമീങ്ങൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയും ചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ മതമാണ്. എന്നിട്ട് ആളുകൾ ആ നിലയ്ക്ക് ഖുർആനൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് മതം ഉപയോഗിച്ച്, ഖുർആൻ ഉപയോഗിച്ച്, മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരം തിന്മകൾ വ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുക നമ്മൾ ധാരാളമായി. ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് അന്ധവിശ്വാസങ്ങൾ പോകും. വേറെ വിജ്ഞാനം കൊണ്ട് പോവില്ല കേട്ടോ. ഭൗതിക വിജ്ഞാനം വളരെ ഉയർന്ന നിലക്കൊക്കെ കൊടുത്താലും ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ തവക്കുൽ, നമ്മുടെ യഖീൻ, ഖുർആനുമായുള്ള ബന്ധം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ പിന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്നിടത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കും. ഇത്തരം കേന്ദ്രങ്ങളോടുള്ള നമ്മുടെ സമീപനവും ശക്തമായ നിലപാടുണ്ടാകണം, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. അതാണ് ശിർക്കിലേക്ക് എത്തുന്നത്. അതാണ് മനുഷ്യന്റെ ജീവൻ നശിപ്പിക്കുന്നത്. അതാണ് ആളുകൾക്ക് തിന്മകൾ വിളിച്ചു വരുത്തുന്നത്. അതാണ് ചൂഷകന്മാരായ പുരോഹിതന്മാരെയും മന്ത്രവാദികളെയും ഇവിടെ വ്യാപിപ്പിക്കുന്നത്. അതിൽ കോംപ്രമൈസ് ഇല്ല. അത് ഹറാമാണ്, അത് ഷിർക്കാണ്, അത് ബിദ്അത്താണ്, അത് അനിസ്ലാമികമാണ്, അത് മതവിരുദ്ധമാണ്, അത് മനുഷ്യത്വരഹിതമാണ് എന്നത് വ്യക്തമായും നമ്മൾ മനസ്സിലാക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഇണകളുടെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും
എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യുവാനുമുള്ള വിശ്വാസത്തിൻ്റെ ശക്തി, ഈമാൻ, കരുത്ത് നൽകി അള്ളാഹുവെ ഈ സമൂഹത്തെ നീ സഹായിക്കണമേ. ലോകത്തെല്ലായിടത്തും ശാന്തിയും സമാധാനവും നൽകി എല്ലാ മനുഷ്യർക്കും സ്വസ്ഥതയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കിത്തരണമേ. മതത്തിന് ചൂഷണത്തിനും അന്ധവിശ്വാസത്തിനും ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നും ഈ സമൂഹത്തിലെ ഈ വിവരം കുറഞ്ഞ ആളുകളെ നീ രക്ഷപ്പെടുത്തുകയും അവർക്ക് ഈമാൻ നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.